കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. I request if it is possible, you can on the video, praise God. Okay, നിങ്ങൾക്ക് പ്രൈവസി പ്രയാസങ്ങളില്ലാത്തവർക്ക് വീഡിയോ ഓൺ ചെയ്യാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ചത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്തിരുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എത്ര ഭയങ്കരം എന്നത്. സ്തോത്രം. ഇന്ന് അതിരാവിലെ എന്നെ ഒരു സഹോദരി വിളിപ്പാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവൾ പറഞ്ഞ വാക്കുകൾ ഇതാണ്: ആ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ സാധാരണമായ ദൈവശക്തിയാൽ ആ പ്രിയപ്പെട്ടവൾ നിറയാനിടയായി, കണ്ടമാനം വൊമിറ്റ് ചെയ്യാനിടയായി തീർന്നു. നിങ്ങൾ പറഞ്ഞു സ്തോത്രം. എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടൊക്കെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിലും നാം വിചാരിക്കുന്നതിലും അപ്പുറത്ത് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട്? ഒരു പ്രവാചകനെത്താൻ നിങ്ങളുടെ അരികിൽ ഒരുപക്ഷെ കഴിഞ്ഞിരുന്നു. ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലതുവരെ. നിങ്ങൾ വിചാരിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും കാത്തിരുന്നവരും പലരും സമയത്ത് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങളുടെ അരികിൽ വരാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ തിരുവചനത്തിന് നിങ്ങൾ സമീപമാണ്. സ്തോത്രം. 107 സങ്കീർത്തനം 20 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരെ അവരുടെ കുഴികളിൽ നിന്നും കയറ്റി എന്ന് വായിക്കുന്നു. സ്തോത്രം. ആ രോഗം മരണത്തിലേക്ക് നയിക്കാമായിരുന്ന സാഹചര്യമാണെങ്കിലും വചനം അയച്ചപ്പോൾ തമ്പുരാൻ അങ്ങനെയുള്ള വെട്ടേണ്ട ശവക്കുഴി നികത്തിയിട്ട് അതിൽ നിന്ന് കയറ്റി ദൈവ ഇഷ്ടത്തിന്റെ ശേഷിക്കുന്ന കാര്യങ്ങൾക്കായി മാറ്റിവെച്ചതുപോലെ പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന സ്ഥലത്ത് വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പല ആളുകളും തുടർമാനമായിട്ടുള്ള മെസ്സേജുകളുടെ ലിങ്കിന് വേണ്ടി എനിക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഈ സന്ദേശം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഗ്രേറ്റ് മിഷൻ ഓൺലൈൻ സെമിനാരിലൂടെ ഞാൻ സംസാരിക്കുന്ന സന്ദേശങ്ങൾ ഒട്ടുമിക്കതും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നു ഇപ്പോൾ. കാരണം എൻ്റെ വിചാരങ്ങളെക്കാൾ അപ്പുറത്ത് ദൈവത്തിന് ഈ വിഷയത്തിലൊരു വിചാരമുണ്ട് എന്ന് എനിക്ക് 40 ഡേയ്സിൻ്റെ പ്രയർ നമ്മൾ നവംബർ മാസം 16-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗം അനുസരിച്ച് അത് അപ്ലോഡ് ചെയ്യാനിടയായിട്ട് സ്തോത്രം. അങ്ങനെ അതിര് ദൈവം വിശാലമാക്കിയതിനാൽ അനേക ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനും ഒക്കെ ഇടയാണ്. ഇതിനു ശേഷം യൂട്യൂബിലൂടെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ സന്ദേശങ്ങൾ കിട്ടുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ആ സന്ദേശങ്ങളൊന്നും വിട്ടുപോകാതെ നിങ്ങൾക്ക് ലഭ്യമാകാനുണ്ട്. പല ആളുകളും എനിക്ക് എഴുതുന്നുണ്ട്, ആ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഇപ്പോൾ ഞങ്ങളെ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഒരുക്കി പ്രാപിപ്പാൻ ഒരു വലിയ ദാഹം ഞങ്ങൾക്ക് അനുഭവമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുടുംബമായി ഓരോരുത്തരും എഴുന്ന് കേൾക്കുമ്പോൾ ദൈവസന്നിധി വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് ആത്മശക്തിക്കായിട്ട് ദൈവസന്നിധി നിലവിളിക്കുക എന്നുള്ളതായിരുന്നു. ആത്മശക്തിക്കായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ഇനി ചിന്തിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത്. അതിൽ നാം സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ആരംഭത്തിൽ ഇന്നലെ അല്പനിമിഷം ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു.
വീണ്ടും നാം ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 10ഓളം കൽപ്പനാ ശബ്ദങ്ങൾ നമ്മൾ കാണുന്നു. 1-2 വാക്യങ്ങൾ ഇന്നും ആവർത്തിച്ച് വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ഇന്നലെ 3 പദപ്രയോഗങ്ങൾ നിങ്ങൾ എഴുതി വെച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. 1 പാഴ്, 2 ശൂന്യത, 3 ഇരുള്. ഈ രാവിലെ സമയം അമേരിക്കൻ ഐക്യനാടുകളിൽ ആയിരിക്കുന്നവർക്ക് രാത്രിയാണ്. സ്തോത്രം. ഇംഗ്ലണ്ടിലുള്ള സന്തോഷ് കയറിയിരിക്കുന്ന അവിടെ ഇപ്പൊ എത്ര മണിയായി മോനെ? സ്തോത്രം. ഇവിടെ 3:15. വെളുപ്പിനെ 3:15 കയറുന്നത്. സ്തോത്രം. അയർലൻഡിൽ ഉള്ളവർക്ക് ഏകദേശം ആ സമയമാണ്. ചില 2 മണിക്ക്. നമുക്കറിയാം ടൈം സോണുകൾ ഓരോ നേഷണൽ വ്യത്യാസമാണ്. എങ്കിലും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൽ അഭിനന്ദിക്കുന്നു. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് ദൈവം അയച്ചിരിക്കുകയാണ്. 40 ഡേയ്സ് പ്രയർ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടി പ്രൈവറ്റ് ആയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാമോ, ഇതിപ്പോ നടക്കുന്ന സെഷൻ 80ാമത്തെ ദിവസത്തെ സെഷനാണ്. 159ാമത്തെ സെഷനായി ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. അനേകർക്ക് ആത്മീയ ജീവൻ ഇത് മുഖാന്തരം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ താഴ്മയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതെ, നാം ചിന്തിച്ച ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് പണമല്ല, ആരോഗ്യമല്ല, സൗന്ദര്യമുള്ള ഭാര്യയോ ആരോഗ്യമുള്ള ഭർത്താവോ, നിങ്ങൾ മന്ത്ലി വാങ്ങുന്ന നിങ്ങളുടെ പൊസിഷനിലെ ഇൻകമോ, വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളോ, നിങ്ങൾക്കുള്ള മാനുഷികമായ ഒരു ശ്രേഷ്ഠതയുമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. The help of the Holy Spirit is the successful Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയ രഹസ്യം പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. പുതിയ നിയമസഭ ജന്മമെടുക്കുന്നത് തന്നെ വലിയ മുഴക്കത്തോടെ വെളിപ്പെട്ട ദാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാപിക്കാൻ കാത്തിരുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരാടെ എടുത്ത് മേഡറാക്ക് കൊടുക്കുകയല്ല ചെയ്തത്. ഇരുന്ന ഓരോരുത്തർക്കും 120 പേര് വന്നു, ദൈവസന്നിധിയിൽ പോയി ഇരുന്നു. പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ചത് 11 പേരെ ഉള്ളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ യെരുശലേമിലേക്ക് വാങ്ങിപ്പോണ്ട. എന്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ താഴ്മയോട് പറയാം, നീ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേ. ദൈവ സന്നദ്ധിയിലിരിക്കാൻ കുറച്ച് മാറ്റിവെക്കേ. കുറെ അനാവശ്യ സംഭാഷണങ്ങൾക്ക് വേണ്ടി, വ്യർത്ഥ സംസാരങ്ങൾക്ക് വേണ്ടി, കുറെ ടൈം പാസിനുള്ള ടോക്കിങ്ങിന് വേണ്ടി ഒക്കെ നിങ്ങളുടെ സമയം വൃഥാ ചെലവഴിക്കുമ്പോൾ, ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തിൽ പറയട്ടെ, ദൈവം പറഞ്ഞ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സമയം മാറ്റാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പറയും, എനിക്ക് ആ ആളിനെ കാണണം, ഇവിടെ പോകണം, അവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഓക്കെ, ഞാനതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? സമയമില്ലെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിനർത്ഥം കുടുംബജീവിതത്തിന് സമയം വേണ്ടാന്നോ, കുഞ്ഞുങ്ങളെ നോക്കണ്ടെന്നോ, നിങ്ങളുടെ ജോലി വ്യാപൃതരാകണ്ടെന്നോ ഒന്നും അല്ല. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ കോറായിട്ടുള്ള
നിയോഗമുണ്ടല്ലോ. ഈ എൻഡ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സിനുള്ളിൽ നിങ്ങളിലൂടെ ഈ ലോകത്തിൽ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ അതിമഹത്തായ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ വാല്യൂ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്നുണ്ട്. Praise God. പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്നു. ഒരിക്കൽ അബ്രഹാമിന്റെ നിലവിളി കേട്ട് ലോത്തിനെ രക്ഷിക്കാൻ പോയ ദൂതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ പട്ടണം വിട്ടു പോകുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Praise God. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുകയാണ് നിങ്ങളെ ഉപയോഗിപ്പാൻ. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ഉള്ളിൽ കയറിയിട്ട് വചനത്തെ ഞെരുക്കി നിങ്ങളെ ഉപയോഗിക്കാതെ പോകുമ്പോൾ സ്തോത്രം. ഓ ജീസസ്. അതുകൊണ്ട് പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ പല സഹോദരിമാരും ഡ്യൂട്ടിയിൽ ഇരുന്ന് വചനം കേൾക്കുക. നമ്മുടെ ജസ്ലി കണ്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ കഴുത്തിലിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് കേൾക്കുക. ഒത്തിരി പേര് അങ്ങനെയുണ്ട്. എന്നാൽ അവരുടെ ഉള്ളം എന്താ? ജോലിയിലാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്, പ്രാപിക്കാനുള്ള ദാഹമാണ്. ദൈവത്തിന് വേണ്ടിയുള്ള കൊച്ചുമോൾ സിസ്റ്റർ ഡ്യൂട്ടിയിലായിരിക്കാം, പ്രാപിക്കാനുള്ള ദാഹം ഒത്തിരി പേര് ഡ്യൂട്ടിയിലുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ദാഹിക്കുക, ദൈവഹിതത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ദാഹിക്കുക, ദൈവം അരുളിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ ദാഹിക്കുക. നിങ്ങളുടെ തലമുറയെ കുറിച്ച് ദൈവം നിങ്ങളോട് സംസാരിച്ച ദൂത് എഴുതി വെച്ചാലൊന്നും നിവൃത്തിയാകത്തില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് കേട്ട ദൂത് എഴുതി വെച്ചാൽ നിവൃത്തിയാകത്തില്ല. യു മസ്റ്റ് പേ ദ പ്രൈസ്. ഒരു ദൈവഹിതത്തിന്റെ പിറകിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് അവർ പാർട്ട് ആൻഡ് ഹിസ് പാർട്ട്. നാം കർത്താവിനെ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമേ വാക്തത്വം പുറകെ വരത്തുള്ളൂ. 1000 പേര് നല്ല കാര്യം പ്രവചിച്ചാലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ അരുളപ്പാടിന്റെ മുമ്പിൽ ദൈവം പറയാറുണ്ട്, നീ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ, നീ ഇന്നിന്ന കാര്യങ്ങൾക്ക് ചുവട് വെച്ചാൽ. കംഫർട്ട് സോൺ ഒന്നുമല്ല ദൈവിഷ്ടം നിറവേറ്റുക എന്ന് പറയുന്നത്. വളരെ പേ കൊടുക്കേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അവിടെ ചിലപ്പോ കൂടൊറ്റയ്ക്കായിരിക്കും, ആരും കാണുകയില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി ഒരുവൻ സ്റ്റെപ്പ് വെച്ചാൽ ദൈവം അവന്റെ കൂടെ കാണും. എല്ലാ താളം തെറ്റുന്നത് പോലെ ദൈവഹിതത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമുക്ക് തോന്നിയെന്ന് വരും. പക്ഷേ അതിന്റെ എൻഡിങ് ഉണ്ടല്ലോ, വളരെ പ്രഷ്യസ് ആയിരിക്കും, വളരെ ഗ്ലോറിയസ് ആയിരിക്കും. ജനങ്ങൾ ഭയപ്പെടത്തക്കവണ്ണം, പരിഹസിച്ചവർ മൂക്കത്ത് വിരൽ വെക്കത്തക്കവണ്ണം മഹത്വം കണ്ട് നീ അവസാനിക്കുന്നു. നിയോഗം ലഭിച്ച 11 പേർ വീട്ടിൽ പോകാതെ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. നാം പലപ്പോഴും നമ്മുടെ സൗകര്യത്തിന് ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. അതെ, നമ്മുടെ സമയം ആകുമ്പോഴേക്കും അത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയാണ്. ചിലരെ കല്യാണത്തിന് വിളിച്ചാൽ ചെല്ലത്തില്ല, അവര് ശവടക്കിനെ ചെല്ലത്തുള്ളൂ. ദൈവത്തിന്റെ സമയത്തിന് നിങ്ങൾ അവൈലബിൾ ആകണം. അതിന് അവൈലബിൾ ആയേ മതിയാകുള്ളൂ. സ്തോത്രം. പാമ്പർമ്പ് കെട്ടി കിടക്കുമ്പോഴല്ല ആയുസ് നീട്ടാൻ പ്രാർത്ഥിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിറ്റ് വീട് പണിത ആ സമയത്ത് ഞാൻ അവരുടെ ചർച്ചിൽ ശുശ്രൂഷകനായിരുന്നു. സജി ചെമ്പരത്തിൽ ഇടമണ്ണിൽ ഒരു പ്രിയപ്പെട്ടവനാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഞാൻ അവിടെ ശുശ്രൂഷകനായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാനിവരെ കണ്ടിരിക്കുക. പലവട്ടം പറഞ്ഞു, എല്ലാം കേട്ട് എങ്ങനെ പോയി. നല്ല ഒരു ഇലക്ട്രീഷ്യനാണ്. ഒരു ദിവസം വീട് പണി നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു 26 വർഷത്തിന് മുമ്പാണ്. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ഹേമം വന്നു. പറയാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് ദൈവഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കണം കേട്ടോ. അന്ന് തീരുമാനമെടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്.
ദൈവം നമ്മളെ എന്തിന് ബന്ധപ്പെടുത്തുന്നു? ദൈവ ഇഷ്ടം നിന്നോട് ചേർന്ന് ചെയ്യുവാൻ, നിന്നിലൂടെ ചെയ്യുവാൻ ആത്മാവ് ഇച്ഛിക്കുകയാണ് സഹോദരങ്ങളെ. 11 പേര് പോയി മർക്കോസിന് മാളിമുറിയിൽ പ്രാർത്ഥിക്കുക. എത്ര ദിവസം ആ യോഗം അറിയത്തില്ല. എന്തിനായിരിക്കുന്നേ? കാര്യസ്ഥനെ അയക്കുമെന്ന് പറഞ്ഞേച്ച് ഞങ്ങളുടെ ഗുരു പോയിരിക്കുക. ഡേറ്റ് വല്ലതും പറഞ്ഞോ? ഇല്ല. എന്നാ ചെന്നതിന്റെ പിറ്റേന്ന് എന്താ അയക്കാഞ്ഞേ? സൗരങ്ങളെ, നമ്മുടെ സമയമൊന്നും അല്ല ദൈവത്തിന്റെ സമയം. UK ഒരു പൈതൽ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയൊരു പൈതൽ, ആ പൈതലിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കേ, ആ പൈതൽ അഭിഷേകം പ്രാപിക്കാൻ പോവുക. ഇപ്പം അന്നേരം ഞാൻ കലയപുരത്ത് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഞാന് ആ പൈതലോട് പറഞ്ഞ്, കുഞ്ഞെ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുക. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് രഹസ്യമായ വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാണ്. 10 വർഷമായി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജനിക്കുന്നില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായിട്ടുണ്ട്. 8 മാസം പൈതൽ പ്രഗ്നന്റ് ആയി. അവൾ അഭിഷേകം പ്രാപിപ്പാനിടയായി. UK നിന്നൊരു പ്രിയപ്പെട്ട സഹോദരനെ വിളിപ്പാനിടയായി. വളരെ വേദനയോടെയാ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ അവളെ പ്രവചനവരത്താൽ നിറയ്ക്കാൻ പോവുകയാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഒരു 10-13 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവളെ കൃപാവരത്തോടെ നിറയ്ക്കാനാണ്. അന്ന് വൈകിട്ട് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ നേഴ്സ് ഇൻചാർജിനോട് എന്തൊക്കെയോ അരുളപ്പാട് പറഞ്ഞു. സ്തോത്രം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നേഴ്സിംഗ് ഇൻചാർജ് ആയിരുന്ന സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് ഇവളുടെ വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം പലരെയും ശക്തമായി ഉപയോഗിക്കുന്നു. നിയോഗം, ദൈവത്തിന് നിറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഴുകൽ പ്രാപിച്ച് കാത്തിരിക്കണം. ദാഹത്തോട് ദൈവസ്ഥാനത്തിൽ, ആത്മീയ വിശപ്പോട് ദൈവസ്ഥാനം ഇരിക്കണം. ഒരു ദിവസം കാത്തിരുന്നു, വീട്ടിൽ ഇവരാരും ചെല്ലുന്നില്ല. 2 ദിവസം കാത്തിരുന്നു, ചെല്ലുന്നില്ല. എന്തിനു വേണ്ടിയാ? മനസ്സും ശരീരവും ഹൃദയവും ദൈവഹിതത്തിനു വേണ്ടി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഉയരത്തിലുള്ളതൊക്കെ പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ചർച്ചയ്ക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ ഓടില്ല. കാരണം അവരുടെ റൊട്ടീൻ പ്രോഗ്രാമിന്റെ കംപ്ലീഷനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ദേവദാസന്മാരെയോ അവിടെയുള്ളവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആഴ്ചയിൽ 2-2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചർച്ചിൽ എന്ത് കിട്ടുന്നുണ്ട്? ഒന്നും കിട്ടുന്നില്ല. ഒന്നുമില്ല. അവർ വന്ന് മൊബൈൽ കുത്തി നോക്കിക്കൊണ്ടിരിക്കുക. കൂടെ പാസ്റ്റർമാരിങ്ങനെ കണ്ണു പഠിപ്പിച്ച് പിള്ളേരെ നോക്കും. അന്നേരെ പിള്ളേരുള്ളിൽ ശപിക്കും, വെറുക്കും. ഒരിക്കലും ഒരു ചർച്ചിൽ 2 കുഞ്ഞുങ്ങൾ അവരുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ച് അവർ സന്തോഷിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. അവരുടെ പാസ്റ്റർ പറഞ്ഞു, നോ നോ, ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് നോവിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ പറയുകയാണ്, ഡാഡായും മമ്മിയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദൈവത്തെ വേണ്ട. ഒരു കേക്ക് മുറിച്ച് സന്തോഷിക്കാൻ പോലും അനുവാദം തരാത്ത ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. സഹോദരങ്ങളെ, കുഞ്ഞു മനസ്സിൽ വേദന കൊടുക്കരുത്. നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ആളുകൾ സെമിനാരി സ്റ്റുഡൻസാ. വേദിയിൽ നിങ്ങൾ വചനം പങ്കുവെക്കുമ്പോൾ പ്രായമുള്ളവർക്ക് അതിൽ മെസ്സേജ് ഉണ്ടായിരിക്കണം. ചെറുപ്പക്കാർക്ക് അതിൽ മെസ്സേജ് ഉണ്ടായിരിക്കണം. അതെ, ടീനേജ് കുഞ്ഞുങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടായിരിക്കണം. കുടുംബസ്ഥരായവർക്കുള്ള മെസ്സേജ് ഉണ്ടായിരിക്കണം. കർത്താവിന്റെ പ്രഭാഷണത്തിൽ എന്താ കുഞ്ഞുങ്ങൾ യോഗത്തിന് വന്നത്? യേശുവിനെ ഇഷ്ടപ്പെടാൻ കാര്യം പരീശന്മാരോട് സംസാരിക്കുന്നു, ശാസ്ത്രന്മാരോട് സംസാരിക്കുന്നു, സദൂക്യരോട് സംസാരിക്കുന്നു, ന്യായശാസ്ത്രന്മാരോട് സംസാരിക്കുന്നു, പുരോഹിതന്മാരോട് സംസാരിക്കുന്നു, മതാധ്യക്ഷന്മാരോട് സംസാരിക്കുന്നു, പടയാളികളോട് സംസാരിക്കുന്നു.
സേവകരായ ആളുകളോട്, റോമൻ അധികാരികളായ ആളുകളോട്, ടാക്സ് കളക്ടേഴ്സിനോട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും യേശു സംസാരിക്കുന്നു. എന്ത് എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? കടിച്ചാപ്പൊട്ടാത്ത വൊക്കാബുലറിയും കൊണ്ട് നമ്മുടെ കസർത്ത് കാണിക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല ദൈവം തരുന്ന പ്ലാറ്റ്ഫോം. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കുഞ്ഞുകുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും ഒരുപോലെ മനസ്സിലാകത്തക്കണം ലളിതമായ ഭാഷയിൽ അവരുടെ ഉള്ളിൽ പറയുന്ന വാക്കുകൾ ഗ്രഹിക്കേണ്ട ഭാഷയിൽ സംസാരിപ്പാൻ ഞാൻ ദൈവകൃപയിൽ എപ്പോഴും ആശ്രയിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രസംഗമാണെന്ന് കേട്ടിട്ട് എന്തോ ഗുണം? വ്യക്തിയുടെ ജീവന്റെ രക്ഷയ്ക്ക് ആധാരമായില്ലെങ്കിൽ എന്താ പ്രയോജനം? നിങ്ങൾ പറയുന്ന വാക്കുകൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് തിരുവെഴുത്തിൽ ചോദിക്കുന്ന പോലെ നാം പറയുന്ന വാക്കുകൾ ജനത്തിന്റെ കണ്ണ് തുറക്കുവാൻ, അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ, അവരുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ തക്കവിടെ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. താഴ്മയോട് പറയട്ടെ, നാം പറയുന്ന ഓരോ വാക്കുകളും ആത്മനിയോഗത്തിലും കർത്താവ് തരുന്നതുമാണെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കേൾവിക്കാരന്റെ ഉള്ളിൽ നടക്കുന്നത് കാണാൻ വചനം വയ്ക്കുന്നത് നിങ്ങൾക്ക് അവസരം ഉണ്ടാകുകയുള്ളൂ. ശിഷ്യന്മാരെ കാത്തിരിക്കുക. അപ്പുറത്ത് വലിയൊരു കൂട്ടം ആളുകൾ പെരുന്നാളിന്, യഹൂദന്മാരുടെ കുറെ ഉത്സവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. ആ ദിവസം കാത്തിരിക്കുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വലിയ പുരുഷാരം യഹൂദന്മാർ വന്ന് അവർ കൂടാരം അടിച്ച് അവർ സന്തോഷിക്കാനായി വന്നിരിക്കുക. പക്ഷെ യേശുവിനെ അനുഗമിച്ച 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അത്ഭുതം കണ്ടവർ, കർത്താവിൽ നിന്ന് കൊടുത്ത ആഹാരം ഭക്ഷിച്ചവർ, സൗഖ്യം അനുഭവിച്ചവർ, നാനാവ്യാധികളാൽ വലഞ്ഞവർ, വൈദ്യശാസ്ത്രമെല്ലാം കൈയൊഴിഞ്ഞ് ഒരുപാട് കേസ് യേശുവിന്റെ അരികിൽ വന്നു. യേശുവിന് പ്രകൃതിയിന്മേൽ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങി, കടലിൽ ശാന്തമാകാൻ പറഞ്ഞപ്പോൾ ശാന്തമായി. കർത്താവിന്റെ മക്കളെ, യേശുവിന്റെ വാക്കിൽ അടങ്ങാത്ത ഒറ്റ കാറ്റുമില്ല, യേശുവിന്റെ വാക്കിൽ അടങ്ങാത്ത ഒരു തിരമാലയുമില്ല. നിന്റെ പടകിൽ കർത്താവ് ഉണ്ടെങ്കിൽ നിന്നെ മുക്കുവന്ന് എത്ര വാദിച്ച് കടലിനെ പിശാച് ഇളക്കിയാലും കാറ്റിനെ അഴിച്ചുവിട്ടാലും കർത്താവ് കൂടുണ്ടെങ്കിൽ ഈ ആട്ടമൊക്കെ ശാന്തമാകും. എത്ര ഉയർന്ന തിരമാലയാണെങ്കിലും അടങ്ങാൻ യേശു കൽപ്പിച്ചാൽ അടങ്ങുമെന്നേ. അതുകൊണ്ട് അനുഗമിക്കുന്നവർ അനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് ഉത്കണ്ഠപ്പെടണ്ട. കർത്താവിന്റെ വാക്ക് കേട്ടവർ കാത്തിരുന്നു. ആ കാത്തിരുന്നത് ഇതാപ്പുറത്ത് പെന്തിക്കോസ്തി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇപ്പുറത്ത് ലോകം മുഴുവൻ ഭയപ്പെടത്തക്കവണ്ണം, ആ ദേശത്തെ നിവാസികൾ മുഴുവൻ നടുങ്ങത്തക്കവണ്ണം, അവിടെ കാറ്റില്ല, മഴയില്ല, കാർമേഘ പടലങ്ങളൊന്നും മൂടപ്പെട്ടിട്ടില്ല, അവിടെ ഇടിയും മിന്നലും ഇറങ്ങത്തക്കവണ്ണം പ്രത്യേകം അന്തരീക്ഷം മൂടിക്കെട്ടിയിട്ടൊന്നുമില്ല പെരുമഴ പെയ്യാൻ. പക്ഷേ വലിയൊരു മുഴക്കം, രഹസ്യമായിട്ടൊന്നുമല്ല ആത്മപകർച്ച ഉണ്ടായത്, പരസ്യമായിട്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ദൈവം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ തീയായും കൊടുങ്കാറ്റായും വലിയ മുഴക്കമായും ഒക്കെ അവിടെ പതിഞ്ഞു എന്നാണ്, അവിടെ നിറഞ്ഞു എന്നാണ്, അവിടെ മുഴങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 3 മുറി അന്യഭാഷ പറഞ്ഞ് ഒതുങ്ങിപ്പോകുന്നതല്ല പരിശുദ്ധാത്മാവ്. ആത്മനിറവ് പ്രാപിച്ച നിന്റെ അടുത്തിരുന്നാൽ ആളുകൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. എന്നതുപോലെ ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊരു ക്രൂസൈഡ് നടത്താൻ ദേശത്ത് പോയി ദേശം ചുറ്റി പ്രാർത്ഥിച്ചിട്ടൊരു വീട്ടിൽ ഞങ്ങൾ 10-12 പേര് വിശ്രമിക്കുകയാണ്. എന്നോടൊപ്പം എബി എന്ന് പറയുന്ന ഒരു പൈതൽ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ നേരം ആത്മാവിൽ ഇങ്ങനെ ജാഗരിച്ച് കരഞ്ഞു കിടക്കുമ്പോൾ 2 പ്രാവശ്യം കട്ടിൽ നിന്ന് താഴെ വീണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ തറയ്ക്ക് പോയി കിടന്നേ? അങ്ങളെ 2 പ്രാവശ്യം ഷോക്ക് അടിക്കുന്ന പോലെ ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണു. സ്തോത്രം.
ദൈവാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി. സ്റ്റോപ്പ്. നമ്മുടെ സൂസൻ എബ്രഹാം മീറ്റിങ്ങിലുണ്ട്. സൂസൻ ഇരുന്ന് ആരാധിച്ചപ്പോൾ അടുത്തിരുന്ന സ്പാനിഷുകാരിൽ ദൈവശക്തി അനുഭവിച്ചു. അവൻ പിന്നത്തേതിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചിന്റെ അംഗമായി മാറി. നിങ്ങൾ മുട്ടുകുത്തുന്നിടത്ത്, നിങ്ങൾ ആരാധിക്കുന്നിടത്ത്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നിടത്ത്, നിങ്ങളുടെ സമീപത്തിരിക്കുന്ന ആളിലേക്ക് പത്രോസിന്റെ ആമേൻ നിഴൽ തട്ടിയപ്പോൾ സൗഖ്യം വ്യാപരിച്ചുവെങ്കിൽ, പൗലോസിന്റെ വസ്ത്രം കൊണ്ടുചെന്ന് ഉത്തരിയോ റൂമാലും കൊണ്ടുചെന്നിട്ടപ്പോൾ രോഗികൾ സൗഖ്യമാകുക മാത്രമല്ല, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുകയും. യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ടെങ്കിൽ, വചനത്തിൽ ശക്തിയുണ്ടെങ്കിൽ, ആമേൻ തന്റെ കരസ്പർശനത്തിൽ ശക്തിയുണ്ടെങ്കിൽ, തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം, ഈ വചനം കേൾക്കുന്ന നീ ഒരു നിറവിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ പറയണ്ട. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തണം. ഒരുപടി വാഗ്ദത്തങ്ങൾ ഓർത്തോർത്ത് നടന്നുകൊണ്ട് അർത്ഥമായില്ല. കാത്തിരിക്കാൻ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. അവധികളൊക്കെ ഉള്ളവർ നിങ്ങൾ മനഃപൂർവ്വം ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് അവധിയെടുക്കണം. തലേന്ന് വീട്ടുകാര്യമെല്ലാം ക്രമീകരിച്ചിട്ട് നിങ്ങൾ മുറിക്കൽ കറവടയ്ക്കണം. സ്തോത്രം. വീട്ടിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും ഒക്കെ പറഞ്ഞേച്ചാകാം. പേഴ്സണലി ഇരിക്കാൻ നിയോഗം ലഭിച്ചവർ മാറിയിരിക്കണം. അല്ലെ പിള്ളേർ പേടിച്ചു പോകും. കൊച്ച് നിങ്ങൾ വിചാരിക്കും അമ്മ തൂങ്ങിച്ചാകാൻ വല്ലതും കയറിയായിരിക്കും. അതുകൊണ്ട് പറയണം, മക്കളെ ഞാൻ ഇച്ചിരി നേരം വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ 10 പ്രാവശ്യം ഇരിക്കുമ്പോൾ ഒന്നും അറിയാത്ത കുഞ്ഞും വേദപുസ്തകം എടുത്തുകൊണ്ട് തലയിൽ തുണിയിട്ടുണ്ട് അവരും വന്നിരിക്കും. അവർക്കൊന്നും അറിയത്തില്ല, പക്ഷെ വന്നിരിക്കും. നീ മുട്ടുകുത്തുന്നതിന്റെ മക്കൾ കണ്ടിരുന്നെങ്കിൽ, നീ ദൈവസനയിൽ കരയുന്നതിന്റെ കുഞ്ഞുങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നീ ഉപവസിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഇപ്പൊ വലിയ റിസൾട്ട് ഒന്നും കണ്ടില്ലേ. You will be a model in their heart. ഒരു പക്വതയിലെത്തുമ്പോൾ, അവർ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ച് നേടിയതും നിങ്ങൾ പ്രാർത്ഥനയിലൂടെ പ്രാപിച്ചതും നിങ്ങൾ വചനധ്യാനത്തിലൂടെ ആത്മാവിൽ ഗ്രഹിച്ചതുമായ അതിമഹത്തായ ക്വാളിറ്റിയുള്ള ക്രിസ്ത്യൻ ലൈഫ് അതവർ ഫോളോ ചെയ്യും. ലോകം എങ്ങനെ തലകീഴായി മറിഞ്ഞാലും, ഏതൊക്കെ ദുഷ്പ്രവൃത്തികളും ദുഷ്ടതയും മ്ലേച്ഛതകളും ഒക്കെ സറൗണ്ടിങ്ങിൽ ശക്തിപ്പെട്ടു വന്നാലും, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, കടലിൽ മുഴുവൻ ഉപ്പുള്ള, പക്ഷേ മത്സ്യത്തിന്റെ അകത്ത് ഉപ്പില്ല, ഉപ്പ് കയറുന്നില്ല. വെള്ളത്തിൽ കിടക്കുന്നത് ഉപ്പിനകത്താണെങ്കിലും അതിന്റെ മാംസത്തിലോ ഒന്നും ഉപ്പ് പിടിക്കുന്നില്ല. കറി വെക്കണമെങ്കിൽ ഉപ്പിടാതെ കഴിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു ജയജീവിതം ദൈവാത്മാവിന്റെ സഹായത്താൽ നമുക്ക് കിട്ടും. നിങ്ങൾ മനസ്സ് വെച്ചത് ആഗ്രഹിക്കണം. സ്തോത്രം, സ്തോത്രം. എന്നും വീണും തെറ്റുപറ്റിയും പോകാനുള്ള ശ്രമമല്ല നമുക്ക് ആവശ്യം. കുറവില്ലാത്ത ആരുമില്ല. എന്നെക്കാൾ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ദൈവസന്നിധിയിൽ ഒരു കഴുകലിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റുപറഞ്ഞ് പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള ദൈവകൃപയ്ക്കായി ആശ്രയിക്കും. വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, ദൈവഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്ത് ദൈവസനയിൽ നിലവിളിച്ചാൽ കർത്താവിനോട് കൈക്ക് പിടിച്ച് നിങ്ങൾ നടത്തും. ആരാധിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഇന്റർവെൽ ടൈം മുഴുവൻ കർത്താവിന്റെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അരുതാത്ത് കേൾക്കാൻ പോകത്തില്ല, അരുതാത്ത് പറയാൻ പറ്റത്തില്ല. എത്ര തമാശ പറഞ്ഞാലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് ചോർച്ച വരുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. എത്ര ചങ്ങാതികളാണെങ്കിൽ വേറൊരാളുടെ സ്വകാര്യതയുടെ പാപവശങ്ങൾ ചർച്ച ചെയ്ത് ആഘോഷിക്കരുത്. സ്തോത്രം. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം ദൈവകൃപയോടുള്ള വാക്കുകളായിരിക്കും, കൃപയാലുള്ള വാക്കുകളായിരിക്കും.
സ്തോത്രം. അതിനകത്ത് ദ്വയാർത്ഥങ്ങളിലൂടെ പാപത്തിന്റെ സ്വാദുള്ള ശബ്ദങ്ങൾ ഉരുവിട്ട് പലരും ചിന്തിക്കുന്നത്, ഓ, നമ്മൾ ചർച്ചിൽ ആരാധിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുക, പിന്നീട് നമ്മൾ തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. ഈ മന്ത്രിവള്ളിയാണോ ആ കൊമ്പ് അതിൽ വസിച്ചേ ഒക്കത്തുള്ളൂ. വസിച്ചാൽ അതിന്റെ സ്വഭാവം മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ രണ്ടു മുഖം ആത്മീയൻ ഇല്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളേ. സ്തോത്രം. വർഷിപ്പ് ലീഡ് ചെയ്തേച്ച് ഒരിക്കൽ ഞാന് വർഷിപ്പ് ലീഡറെയും കൊണ്ട് കാറിൽ വരുമ്പോൾ, ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുന്നേ. അപ്പൊ ഇംഗ്ലീഷ് വിദേശത്ത് താമസിക്കുന്ന ഒരു പൈതലാ, പേരൊന്നും പറയുന്നില്ല. പക്ഷേ സംസാരിക്കുമ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കര മോശമായ രീതിയിൽ അവിടുത്തെ ഒരക്ഷരമുണ്ട്. ആ അക്ഷരമൊക്കെ ചേർത്ത് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചങ്കിടിച്ചു. പണ്ട് നിർത്തിയ ഉടനെ ഞാൻ ചോദിച്ചു, നീ ഏത് ആത്മാവിലാ ഇപ്പൊ സംസാരം? അപ്പൊ അങ്കിളെ സോറി. ഞാൻ പറഞ്ഞു, നോ, നീ ആളുകളെ ആത്മാവിലാക്കിയിട്ട് വണ്ടിയെ കയറിയിട്ട് ഇതാ സംസാരിക്കുന്നത് അല്ലേ? നമ്മുടെ ചാട്ടവും കൂത്തും പാട്ടും കീബോർഡിൽ ഹ്യൂമൻ കോറസ് ഇടുമ്പോൾ കിട്ടുന്ന വൈബ്രേഷൻ ഒന്നും അല്ല പരിശുദ്ധാത്മാവ്. നല്ലപോലെ മനസ്സിലായിക്കോണം. ഡ്രം അടിച്ച് പൊട്ടിക്കുന്നതും ആളുകളെ ചങ്ക് പൊട്ടുന്ന രീതിയിലുള്ള ബേസ്മെന്റും എല്ലാം കൂടി ഇട്ടേച്ച് ഇളക്കുന്നതൊന്നുമല്ല അഭിഷേകം എന്ന് പറയുന്നത്. ഒരാൾക്ക് 4 ഡെസിബിൽ മതി വോയിസ്. 50 പേര് ഒരു കൂട്ടായ്മയിലുണ്ട്, 200 വാട്സ് മതി. പെർഫോമൻസിന്റെ പ്ലേസ് അല്ല ആരാധന സ്ഥലം. അവിടെ ദൈവഭയം, ദൈവഭക്തി, ദൈവാശ്രയം, ആരെയും ഹൈലൈറ്റ് ചെയ്യാനുള്ള പ്ലേസ് അല്ല അവിടെ. എല്ലാ ഗ്ലോറിയും, എല്ലാ ഹോണറും, എല്ലാ മാനവും, എല്ലാ മഹത്വവും, എല്ലാ പ്രശംസയും, എല്ലാ പുകഴ്ചയും എല്ലാം ഒറ്റയൊരാക്കി. അബ്രഹാമിനെ പോലെ നിലം വരെ ദൈവത്തിനെ കുനിഞ്ഞ് കമന്ന് വീണ് കിടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വല്ലതും പ്രാപിച്ചിട്ട് പോകാൻ പറ്റും. ഇന്നത്തെ സഭകളിലെ 90% ആരാധനകൾ ദൈവികമല്ല. വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ അവരെ വിമർശിക്കണ്ട, അവരെ കുറ്റം പറയണ്ട, അവരെ അവഗണിക്കരുത്. പക്ഷെ യു ക്യാൻ ക്രൈ, യു ക്യാൻ പ്രേ. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ. സ്തോത്രം. ലോകമനുഷ്യർ മ്ലേച്ഛതയോടുകൂടിയുള്ള വസ്ത്രധാരണം ധരിക്കുന്ന പോലെ ആളിനെ കൂട്ടുവാൻ, ആളത്തും കാട്ടുവാൻ അവോളം വിദ്യകളാണെന്ന് സ്റ്റേജുകളെല്ലാം കാണും. ശുശ്രൂഷകനും ഉണ്ടാനക്കത്തിൽ, വിശ്വാസികൾക്കും ഉണ്ടാനക്കത്തില്ല. വീട്ടിൽ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ കൊങ്ങായി കുടിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളെ നിലവിളിക്കാൻ തയ്യാറാകും. ഒരഴിച്ചുപണി, നിങ്ങൾ കൂടുന്ന കൂട്ടായ്മയിൽ ഒരു അഴിച്ചുപണിക്കാൻ നിങ്ങളൊന്നും പ്രസ്താവിക്കാനോ പ്രഖ്യാപിക്കാനൊന്നും പോകണ്ട. പക്ഷേ ദൈവ മഹത്വത്തിന് വിരോധമായി വ്യാപരിക്കുന്നതിനെ ഒക്കെയും ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു അനോയിന്റിങ്ങിനായി നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കും. ഒരു കൂട്ടായ്മയിൽ ഒരാൾ വന്നാൽ അവർ പറയണം, ഇത് ദൈവത്തിന്റെ കൂട്ടായ്മയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗോഡ്സ് പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. AC 17 ഇടുന്ന സമയത്ത് കിട്ടുന്ന കുളിരിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. റിയൽ ഗോഡ്സ് പ്രസൻസ്. ഒരു മുഴക്കത്തോടെ, ഒരഗ്നി നാവായി, ഒരു കൊടുങ്കാറ്റ് പോലെ കാത്തിരുന്നത് എവിടെയാണോ അവിടെയായി ഇറങ്ങി വന്നത്. ദൈവശബ്ദം കേട്ടവരുടെ മേൽ മാത്രമായി ഇറങ്ങി വന്നു. പ്രോമിസിന് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ മാത്രമാണ് വന്നത്. യേശുവിനെ അനുഗമിച്ചവരുടെ മേൽ മാത്രമാണ് വന്നത്. അഭിഷേകത്തിൽ കപടതയൊന്നുമില്ല കേട്ടോ, വഞ്ചനയൊന്നുമില്ല. പരിശുദ്ധാത്മാവിശ്യം പ്രാപിച്ചവൻ ആരെയും ചീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം, 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 സ്തോത്രം. കാത്തിരുന്ന 120 പേര് അവിടെ വന്നു. 10 ദിവസത്തെ പ്രാർത്ഥന, 11 പേരുടെ പ്രാർത്ഥന, 109 ആളുകളെയും കൂടെ അവിടെ കൊണ്ടുവന്നു.
യേശുവിനെ പ്രസവിച്ച അമ്മയായ മറിയ ഉൾപ്പെടെ ആ മാളിക മുറിയിലേക്ക് വന്നു. നിങ്ങൾക്ക് ലഭിച്ച നിയോഗത്തിൽ നിങ്ങൾ മുട്ടുകുത്തി തുടങ്ങിക്കേ. അന്വേഷിച്ചാള് വരും, അന്വേഷിച്ചാള് വരും. നോഹ പെട്ടകം പണിതപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ എല്ലാത്തിനും ഇരുണ്ടായി അതിൽ കയറ്റണം. കാട്ടിച്ചെന്ന് സിംഹത്തെ വിളിച്ചില്ല, പെട്ടകം പണി തീർന്ന് നീഞ്ഞു പോരെന്ന്. ആകാശത്തിലെ പറവകളെ ഒന്നും വിളിച്ചില്ല, പെട്ടകം പണി തീർന്ന് പോരെന്ന്. ഇഴജാതികളെയും പറവജാതികളെയും മൃഗജാലങ്ങളെ ഒന്നും പോയി ഇൻവൈറ്റ് ചെയ്തില്ല. പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോൾ, പണി തീർന്നപ്പോൾ വരിവരിയായി വന്നു കയറാൻ പിടുത്തം കിട്ടിയോ? നീ അനുസരിച്ചാൽ, ദൈവശബ്ദം അനുസരിച്ചാൽ നിന്റെ പെട്ടകത്തിനകത്ത് കയറേണ്ടത് മുഴുവൻ വരും. ദൈവം ചൂളകുത്തി വിളിക്കുന്ന പോലെ വിളിക്കും. ഇളക്കി പുറത്തെടുക്കുന്നയോ, അഴിച്ച് പുറത്തെടുക്കുന്നയോ, ഏത് കൊടിയ കെട്ടിനകത്ത് കിടന്നാലും കെട്ടപ്പെട്ട കഴുതിയെ അഴിക്കാൻ ദൈവം ആളിനെ അയച്ചതുപോലെ റൈറ്റ് ടൈമിൽ റൈറ്റ് വേയിലൂടെ റൈറ്റ് പേഴ്സണെ അയക്കും നിന്റെ കുഞ്ഞിനെ വിടിവിക്കാം. പ്രോമിസിന് വില കൊടുക്കുന്ന ആരുണ്ട്? വാക്തത്വങ്ങളെ മുറിവ് പിടിപ്പാൻ ആരുണ്ട്? ദാഹത്തോടെ കാത്തിരിപ്പാൻ ആരുണ്ട്? അനുസരിക്കാൻ ആരുണ്ട്? പ്രയോറിറ്റി ദൈവശബ്ദത്തിന് കൊടുക്കാൻ ദാഹമുള്ളവരാരുണ്ട്? അവർക്ക് വേണ്ടി മാത്രമേ ദൈവം ഇറങ്ങത്തു. ഒട്ടിയിരുമി ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ നടന്ന് ശക്തിയൊന്നും പുറപ്പെട്ടില്ല. അകത്ത് ആവേശവും ദാഹവും വേദനയും അനുഭവിച്ച് തൊടാൻ വന്നവന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. അവളെ ദൈവം തൊട്ടു. അവൾ കർത്താവിനെ തൊട്ടപ്പോൾ ദൈവശക്തി കൊണ്ട് അവളെ ദൈവം തൊട്ടു. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുക ഈവനിങ് സെഷൻ. നിങ്ങൾക്ക് ഉപസിക്കാൻ കഴിയും, നിങ്ങൾ ഉപസിക്കണം. സാറ്റർഡേയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചില വീക്കുകൾ നിയോഗത്താൽ മാറ്റിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളം ദാഹിക്കാം. ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴക്ക് പറയണ്ട. ഒരു പക്വത കഴിഞ്ഞാൽ പിന്നെ വഴക്ക് പറയരുത്, ശമിക്കരുത്, പ്രാകരുത്. നിങ്ങളുടെ തലമുറ ഒരിക്കലും നിങ്ങൾക്കൊരു ശാപമായി തീരത്തില്ല. നിങ്ങൾ അവരെ ബ്ലസ് ചെയ്യണം. എത്ര നിങ്ങളെ നോവിച്ചിട്ടുണ്ടെങ്കിലും, എത്രയും നിങ്ങൾക്ക് വേദന തന്നിട്ടുണ്ടെങ്കിലും, നിങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളിൽ ദൈവാത്മാവ് ഒരു പകർച്ച അയച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റും. ഒരുവന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ആദ്യം ഉള്ളിലുണ്ടാകുന്ന ചിന്ത എന്താണെന്നറിയാമോ? എനിക്ക് വിശുദ്ധമായൊരു ജീവിതം നയിക്കണം. അതിനർത്ഥം ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിച്ചെങ്കിലേ വിശുദ്ധ ജീവിതം കിട്ടത്തുള്ളൂ എന്നുള്ളതല്ല. വിശുദ്ധ ജീവിതം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാമ്പത്തിക ജീവിതത്തിലെ കടപ്പാടുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. വചനം പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു 300 വർഷം, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. വിശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തോടു കൂടെ ജീവിക്കുക, ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി മാറുക, ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായി മാറുക. വർക്ക് ഓഫ് ദ ഫ്ലഷ് അതങ്ങോട്ട് മാറിയിട്ട് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മളിലേക്ക് കയറി വരും. അപ്പോഴാളുകൾക്ക് നമ്മളെ ക്രിസ്തുവിനെ വായിക്കാൻ പറ്റും, ക്രിസ്തുവിനെ സുഗന്ധമായി നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ സംസാരം മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും, നമ്മുടെ വിചാരങ്ങൾ മാറും. സ്തോത്രം. നാം കുറെ കൂടെ ദൈവമുള്ള മക്കളായി മാറും, ദൈവത്തിന്റെ മനുഷ്യരായി മാറും. ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ദൈവ പുരുഷന്മാരായി മാറാൻ പറ്റും. യഹോവ ഭക്തിയുള്ള സഹോദരിമാരായി മാറാൻ കഴിയും. സ്തോത്രം. പിന്നെ നിങ്ങൾ ഒത്തിരി പ്രസംഗിക്കേണ്ടി വരത്തില്ല. നിങ്ങളെ കണ്ട് കർത്താവിലേക്ക് ആളുകൾ വരും. നിങ്ങളുടെ കരമൊന്ന് വയ്ക്കാൻ ആളുകൾ ആഗ്രഹിക്കും ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ദൈവജന വെളിച്ചത്തിൽ ഓർത്തിരിക്കണം. സ്തോത്രം. മുഴക്കം കേട്ട ആളുകളെ തടിച്ചുകൂടി, ആരും വന്നില്ല, ആരെയും വിളിച്ചില്ല. മുഴക്കം കേട്ടപ്പോൾ അകത്ത് വലിയ തീയുടെ ആരാധനയാ.
അനേക വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ പോൾ അല്ലെങ്കിൽ TPM സഭയുടെ സ്ഥാപകനായിരുന്ന പോൾ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് രവി എന്നാണ്. വിവാഹിതനും 3 മക്കളുടെ അപ്പനുമായിരുന്നു. കൊട്ടാരക്കര വലിയ കൺവെൻഷൻ നടക്കുമ്പോൾ നാട്ടുകാർ ദൂരെ നോക്കുമ്പോൾ പന്തലിന്റെ മുകളിൽ ഭയങ്കര തീ കത്തുന്നു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ തീയില്ല, അകത്ത് ആരാധന നടക്കുക. കർത്താവിന്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുറിയിൽ ഈ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങിയിരുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മശക്തി ഇറങ്ങിയിരുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത് വ്യാപരിപ്പാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ, നിങ്ങൾ മരിച്ചിട്ടല്ല ഇതൊക്കെ നിറവേറേണ്ടത്. നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണണം. നിങ്ങളുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അയൽവാസി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പറയണം. PG മാത്യു സാറ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ, ബൈബിൾ കോളേജിന്റെ ക്യാമ്പസിൽ വരുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. ഇപ്പൊ ഞാൻ സാറിനെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. സാറേ, ആ ഒരു മുറിക്കകത്ത് 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. സ്തോത്രം. സ്റ്റുഡൻസിന് പണിഷ്മെന്റ് കൊടുക്കുന്നതെല്ലാം ഞാൻ മുഴങ്കാലിലിരിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് മേടിച്ച സോളമൻ എന്ന് പറയുന്ന ഒരാളാണ്. 3 മണിക്കൂർ മുട്ടയിരിക്കാൻ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ആഴ്ചകളിലെല്ലാം കിട്ടുമായിരുന്നു. സാധനം എന്നോട് അദ്ദേഹത്തിന്റെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ചാകാൻ വേണ്ടി ആ 3 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് പുള്ളിക്ക് ആയുസ് കൂടിക്കിട്ടി. പക്ഷേ മുട്ടയിൽ ഇരിക്കാൻ പഠിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുങ്ങി മെരുങ്ങി പാകത്തിന് ശുദ്ധീകരിക്കപ്പെട്ട് ഒക്കെ കയറി വരുമ്പോൾ, ശിഷ്യത്വത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത തലങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ ഇഷ്ടങ്ങളുടെ മേൽ കത്തിവെച്ച് പുറത്തു വരേണ്ടതുപോലെ പുറത്തു വരാൻ ദൈവം നമ്മെ പാകപ്പെടുത്താൻ ഇടയായിട്ട്. നിങ്ങളെ വഴക്ക് പറയാനും എന്നെ വഴക്ക് പറയാനും നമ്മുടെ മുകളിൽ ശരിയായ മാതൃകാ യഹോവ ഭക്തന്മാരില്ലെങ്കിൽ, സ്തോത്രം, നമുക്കൊരു ജയകരമായ ക്രിസ്തീയ ജീവിതമൊക്കെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നീതിമാന്റെ ശിക്ഷ, ആമേൻ, ശാസന തലയ്ക്കെണ്ണയാണെന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങൾ പോകുന്ന പോക്കിൽ നിങ്ങളെ അടിച്ചുവിടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല. സ്തോത്രം. നിങ്ങളുടെ കുറവ് കണ്ട് നിങ്ങളെ വിരൽ ചൂണ്ടുമ്പോൾ ആ സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിക്കണം. തല്ലിക്കൊല്ലുന്ന രീതി സംസാരിക്കണം. മെലോഡിയസ് ടോണിൽ സംസാരിച്ചാൽ ഏത് കട്ടിയുള്ള കാര്യം മനുഷ്യൻ കേട്ട് ഉൾക്കൊള്ളാൻ മനസ്സ്. നമ്മൾ ടോൺ മാറ്റി സംസാരിക്കുമ്പോൾ ആളുകൾക്ക് പ്രയാസമുണ്ട്. കൂർത്തുമൂർത്ത വാക്കായ അസ്ത്രങ്ങളെ പോലെ ഹൃദയങ്ങളെ തളയ്ക്കാൻ പാടില്ല. സ്തോത്രം. സ്നേഹത്തിന്റെ ശബ്ദം, അംഗീകാരത്തിന്റെ തലോട് ഒക്കെ കൊടുത്തേ അത് കൂടുതൽ പ്രയോജനത്തിലേക്ക്. ആരെയും ക്ഷണിക്കാൻ പോയില്ല. 3000 പേര് സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവർ കണ്ടു, അവർ കേട്ടു, അവരനുഭവിച്ചു. വായിച്ച വേദഭാഗത്തിലേക്ക് തിരിച്ചു വരുന്ന ദിവസങ്ങളിൽ അടുത്ത സെഷനുകൾക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ എൻഡ് ടൈമിൽ ഒരുമിച്ച് ഒരു വലിയ ഹാർവസ്റ്റിന് വേണ്ടി, ആഗോള വ്യാപകമായ ഒരു നവീകരണത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒഴുക്കിന് വേണ്ടി, നിങ്ങൾക്കറിയാമോ, ശക്തമായ മഴ പെയ്താൽ ഓടയിലെ മുഴുവൻ അഴുക്കുകളും ഒഴുക്ക് മുഖാന്തരം ഒഴുകിപ്പോകും. ശക്തമായ ഒരു ആത്മപകർച്ച ആഗോള വ്യാപകമായി ഉണ്ടായാൽ, വെയ്റ്റ്സിൽ ഉണർവ് നടന്നപ്പോൾ തിയേറ്ററുകളും ബാറുകളും ക്ലബുകളും എല്ലാം അടച്ചു പൂട്ടിയതുപോലെ, ഓ ജീസസ്, വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. നിങ്ങളുടെ പാഴുമാറാൻ ആഗ്രഹിക്കുന്നോ, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും.
നിങ്ങളുടെ ശൂന്യത മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. ഇരുൾ മാറാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആകണം. ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ജീവിതത്തിന്റെ ചെറിയ കുറവാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. ഒരു കഴുകലിനായി ഏൽപ്പിച്ചു കൊടുക്കണം. നിശ്ചയമായും നിങ്ങൾ ഒരു വലിയ നിറവിലേക്ക് വരിക മാത്രമല്ല, വിശ്വസിക്കുന്നവനിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴുകുമെന്നോ ഒരു തോടൊഴുകുമെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് ഓഫ് വാട്ടർ, നദികൾ ഒഴുകും. ദൈവം നിങ്ങളെ നദിയായി കണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഉണങ്ങി വരേണ്ട നിലം പോലെ ആയിരിക്കുന്നെങ്കിൽ, ഒരാത്മാവിന്റെ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. പിന്മഴയുടെ കാലത്ത് ഇവിടെ അപേക്ഷിക്കുകയും അവൻ ആകാശത്തിൽ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റോളം ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ വചനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വിശപ്പ് എനിക്ക് തരണേ. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം എനിക്ക് തരണേ. ജീസസ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് മുഴങ്കാലിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കി ഒരു 10 മിനിറ്റ്. അഭിഷേകം പ്രാപിച്ചവർ നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങളെ നിർബന്ധിക്കുന്ന പോലെ നിങ്ങൾ ആത്മാവിൽ ദാഹിച്ചും കരയുക. നിയോഗിക്കുന്ന പോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യുക. സ്തോത്രം. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അത്തരം തുറന്ന് കർത്താവിനോട് സന്നിധി പ്രാർത്ഥിച്ചാൽ I request everyone to unmute. Cry out, cry out, cry out. ലൈവിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അത്തരം തുറന്ന് കർത്താവിനോട് കരയുക. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവപുരുഷനുണ്ടെന്ന് വരുന്ന ദിവസത്തിൽ പറയട്ടെ. ദൈവദാസി അവിടെ ഉണ്ടെന്ന് ജനം പറയട്ടെ. വെള്ളക്കാരെ ദൈവത്തിന് ഉണർത്തി അഡ്രസ് വെളുപ്പിക്കാൻ പറ്റുമെന്നേ. മനസ്സ് തുറന്ന് കരയാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെ നിങ്ങൾ വലുതായി കാണാതെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന മൗണ്ടൻ ലെവലിലുള്ള പ്രശ്നത്തെ ഗ്രൗണ്ട് ലെവലിലേക്ക് കൊണ്ട് തിരിച്ചിറക്കാൻ ദൈവത്തിന് പറ്റുമെന്നേ. ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, സമഭൂമിയായി തീരും. അക്കമിട്ട് തരാൻ ദൈവത്തിന് പറ്റുമെന്നേ. മനുഷ്യർ 0-0 ഗിനിയുടെ നിന്നെടുത്ത് ഇപ്പുറത്ത് അക്കമിട്ട് 100 ദൈവത്തിന് പറ്റുമെന്നേ. Every impossible thing
മറ്റുള്ളവരെല്ലാവരെയും ഒരു നമ്മെ യേശുവേ ഏതൊക്കെ മനുഷ്യരുള്ള ആവേശങ്ങളിലെല്ലാം കൂടെ പോകുന്ന നാളെ ഒരുക്കിയെടുക്കണമേ ദൈവശക്തിക്ക് നിങ്ങളിൽ സ്പേസ് ഉണ്ടായാൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ വിട്ടുപോകും, നിങ്ങളുടെ തലമുറയെ വിട്ടുപോകും. വെളിച്ചം ഒരു വീട്ടിലുണ്ടോ? ഇരുളുന്ന സ്ഥലമില്ല. അതിനു വേണ്ടി തകർക്കുവാനല്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുന്നോട്ട് ഗമിക്കുവാനും ഒരു മതിലിനും നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത, ഒരു നിയമത്തിന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു അനോയിന്റിംഗ് നിങ്ങളിലൂടെ ആയിരിക്കുന്ന സ്ഥലത്ത്, ഇടവകകളിൽ, പള്ളികളിൽ, ചർച്ചുകളിൽ, കൂട്ടായ്മകളിൽ, ഈ എൻഡ് ടൈമിൽ അത് ഒഴുകട്ടെ. സാധാരണമായ കൃപ അനുഭവിക്കട്ടെ.
ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള അനായിനികനായിട്ട് പറയും നിന്റെ ആയുസ് നിന്റെ ആരോഗ്യം ഇനി നിനക്ക് പ്രതീക്ഷയില്ല, ഇനി നിനക്ക് വിടുതലില്ല, ഇനി നിനക്കൊരു നീക്കുപോക്കില്ല, ഇതിന്റെ തലമുറയ്ക്കൊരു വിടുതലില്ല. ഇതെല്ലാം പിശാച് പറയുമ്പോൾ അകത്തൊരുവാക്കിയവൻ പറയുന്നത് ഉയർന്നിരിക്കുന്നത് താണവഴിയല്ല പ്രാർത്ഥന സ്ഥലമായി മാറട്ടെ, ദൈവസാന്നിധ്യം നിറയുന്ന ഒരു സ്ഥലമായി മാറട്ടെ. കട്ടിലിന്റെ സമീപത്ത് ഇട്ടാട്ടെ. 10 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ 5 മിനിറ്റ് മുട്ടയിലിരിക്കാവുന്നവർ അവിടെ പോയിരുന്ന് കരഞ്ഞാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. വലിയ കാര്യങ്ങൾക്കായി പരിശുദ്ധാത്മാവിന്റെ നിയോഗം വെളിപ്പെടട്ടെ. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. സൂസൻ എബ്രഹാം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഓക്കെ, പ്രൈസ് ഗോഡ്. അഞ്ചു പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. Hallelujah. Thank you, Lord. Thank you, Master. Thank you, Jesus. Lord, we praise you and glorify you, Lord. Lord, you are the God of gods and the King of kings. You are the mighty God. You are the almighty, Lord. We have no right to come before your throne, Lord. But you saved us through the blood of Jesus, Lord. Lord, it is not our righteousness, but the righteousness of your Son, Lord. We praise you for your kindness and mercy towards us, Lord. Lord, we come to you as a Lord, as a people who is thirsting for your word. Lord, fill our hearts, Lord. Fill our hearts and mind and soul with your Holy Spirit, your word and your power, Lord. Yes. Hallelujah. Thank you, Lord. Thank you, Master. Lord, your students എല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ കർത്താവേ. ഞങ്ങൾ പോകുന്നിടം കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇരിക്കുന്ന ചെയർ കർത്താവേ, ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ സ്ട്രീറ്റുകൾ, ഞങ്ങളുടെ ഭവനങ്ങൾ കർത്താവേ യേശുവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാൻ തക്കവണ്ണം കർത്താവേ ഒരു അഭിഷേകം അവിടുന്ന് ഞങ്ങളിലേക്ക് തരണേ കർത്താവേ. യേശുവേ മറിയം എലിസബത്തിനെ ഗ്രീറ്റ് ചെയ്യുമ്പോ കർത്താവ് ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞു തുള്ളിച്ചാടിയത് ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സില്, ഞങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഏത് സ്ഥലത്തിലും കർത്താവ് ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സിൽ അങ്ങേ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സാന്നിധ്യം ഞങ്ങളിൽ പകരണേ കർത്താവെ. നിലനിൽക്കുന്ന ഒരു സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണേ കർത്താവെ. യേശുവെ തുടർന്നുള്ള ഈ ദിവസങ്ങളിൽ കർത്താവെ പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ കൂടുതൽ വാഞ്ചിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ആ ഒരു ഡിസയർ കർത്താവെ, വേർഡിനോടുള്ള ഡിസയർ കർത്താവെ കർത്താവെ യേശുവേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സമയങ്ങൾ കർത്താവെ വചനം കേൾക്കുവാൻ, വചനം പഠിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ ഡേയ്സിനെ ഓർഗനൈസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ കർത്താവെ. ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുവാൻ, ഷേക്കബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവെ അവിടെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഷേക്ക് ചെയ്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിലനിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുവാൻ കർത്താവെ, അന്ത്യത്തോളം നിൽക്കേണ്ടത് മാത്രം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെയും ആയിക്കോട്ടെ കർത്താവെ, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഫോക്കസ് ചെയ്യാതെ
സ്വർഗത്തിന് വേണ്ടി നിൽക്കുവാൻ നിലനിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിത പങ്കാളിയില്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുമായി പെടുന്നവരിൽ നിൽക്കുവാൻ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്നതിന് ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ ഡേയ്സ് അവിടത്തേക്ക് തരുന്നു കർത്താവെ, ഞങ്ങളുടെ ടാസ്കുകൾ അവിടത്തേക്ക് തരുന്നു കർത്താവെ, ഞങ്ങളുടെ ഓരോ റെസ്പോൺസിബിലിറ്റീസും അത് ഞങ്ങൾ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് അത് ഞങ്ങൾക്ക് റീഓർഗനൈസ് ചെയ്യണേ കർത്താവെ. അവിടെ ആ ഒരു ടൈമില് കർത്താവെ വചനവുമായി ഇരിക്കുവാൻ, വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കും പരിശുദ്ധാത്മാവെ. അവിടുന്ന് പഠിപ്പിച്ചില്ല എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും കർത്താവെ. അനോയിന്റിംഗിൽ ടീച്ച് ചെയ്യപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഒരിക്കൽ കൂടി ദൈവദാസനെയും പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് തരുന്നവരുടെ കുടുംബങ്ങളിൽ തരുന്നവരുടെ ജോലി മേഖലകളിൽ തരുന്നു കർത്താവെ. സകല കാര്യങ്ങളിലും കർത്താവെ അഭിഷേകത്തോടെ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഇന്ന് ലോകത്തിൽ കാണുന്ന പോലെ അല്ല കർത്താവെ, വേറിട്ടൊരു ക്രിസ്തീയ വിശ്വാസിയായി മാറുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ കാണുന്നവർ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നടക്കപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ കർത്താവെ യേശുവിനെ കാണുവാൻ സഹായിക്കണം കർത്താവെ. പറയുന്ന പ്രീച്ചിങ്ങിൽ ആലല്ല കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തിയാൽ, ഞങ്ങളുടെ ഒരു ചിരിയാൽ, ഞങ്ങളുടെ സന്തോഷത്താൽ ട്രാൻസ്ജെൻഡ് ചെയ്ത് പോവാൻ ഞങ്ങളുടെ അങ്ങ് തരുന്ന ഫ്രാഗ്രൻസ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം അഭിഷേകത്താൽ ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണ കർത്താവെ. സകലതും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമീൻ. 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 ആമീൻ.